അവര് തീരുമാനിക്കട്ടെ, കോടതി അടിസ്ഥാനമാക്കിയായിരിക്കും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. നാളെ സുപ്രീം കോടതി ഞങ്ങളുടെ ബെഞ്ചിന്റെ വിധിയല്ലേ, അതിനി അട്ടിമറിക്കപ്പെട്ടാലും നിങ്ങൾക്ക് എന്താ പോലീസെ എന്ന് ചോദിച്ചാൽ ആ പോലീസുകാരെ മിണ്ടാണ്ടിരിക്കുക. അത്രേ ഉള്ളൂ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ. അല്ല, അങ്ങനെയൊക്കെ നമ്മുടെ രാജ്യത്ത് സംഭവിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തു സംഭവിക്കാം. ഇത് മക്കന്റെ പോലെ എന്താണ്, ഇതൊരു ഏകാന്തതയുടെ 100 വർഷങ്ങളിൽ പറയുന്നത് പോലെ ഒരുപാട് ബാഹ്യ സമ്മർദ്ദങ്ങളും ബാഹ്യശക്തികളും ഒക്കെ കാര്യങ്ങളെ നിർണ്ണയിക്കുന്ന വളരെ അപകടകരമായ ഒരു ചരിത്രസന്ധിയിലാണ് നമ്മൾ എല്ലാവരും ഉള്ളത്. 2024 ഫെബ്രുവരി 15 വിധി ഇവിടെ KVS എന്ത് പറഞ്ഞാലും BJPക്ക് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനത്തിന് അവർ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള നിരവധി നിഗൂഢതകളും കള്ളക്കളികളും പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇപ്പോ SPയോട് പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ അവർ ശേഖരിച്ച് ഇലക്ഷൻ കമ്മീഷൻ നൽകിക്കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ മുകളിൽ നടപടിയെടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും നടപടിയെടുക്കേണ്ടി വരും. അങ്ങനെ വരികയാണെങ്കിൽ നികേഷേ, 2018 ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻസ് ആക്ടില് ഭേദഗതി കൊണ്ടുവന്നില്ലേ? മുൻകാല പ്രാബല്യത്തോടുകൂടി ഭേദഗതി കൊണ്ടുവന്നില്ലേ? ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ടിന് എന്തിനാണ് ഭേദഗതി വരുത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BJPക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പണം ഇവിടെ അദാനി അംബാനി മാത്രമല്ല, ലോകത്തിലെ കുപ്രസിദ്ധങ്ങളായ ബഹുരാഷ്ട്ര കുത്തകകൾ, ഇംഗ്ലണ്ടും അമേരിക്കയും ജപ്പാനും ഒക്കെ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വൃത്തികെട്ട കമ്പനികൾ BJPക്ക് പണം കൊടുക്കുന്നുണ്ട്. അതൊക്കെ തന്നെ ഇലക്ട്രൽ ബോണ്ടായിട്ട് നിയമവൽക്കരിക്കാനാണ് 2018 മുതൽ 2017 മിസ്റ്റർ അരുൺ ജെയ്റ്റ്ലിയുടെ ബജറ്റ് പ്രസംഗത്തിലൂടെ അവതരിപ്പിക്കപ്പെടുകയും 2018 മുതൽ നമ്മുടെ രാജ്യത്ത് ആരംഭിക്കുകയും ചെയ്ത ഇലക്ട്രൽ ബോണ്ട്. ആ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ അത് ഭരണഘടനാ വിരുദ്ധമാണെന്നാണ്. ഭരണഘടനാ വിരുദ്ധമായി ഈ രാജ്യത്തെ തകർക്കുന്ന അധാർമിക സ്രോതസ്സുകളിൽ നിന്ന് പണം സ്വീകരിച്ചു എന്ന കുറ്റമാണ് ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച പാർട്ടികൾക്കെതിരായിട്ട് നാളെ രാജ്യം ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. അതിന്റെ പിറകിലുള്ള നിരവധി നിഗൂഢതകൾ, കള്ളക്കളികൾ, ഇതെല്ലാം തന്നെ രാജ്യം ചർച്ച ചെയ്യപ്പെടാൻ പോവുകയാണ്. അപ്പൊ നമ്മളെന്താണ്, അരുൺ ഗോയലിന്റെ രാജിയെ അത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചിട്ടില്ല. അത് വിശദീകരിക്കേണ്ടത് തീർച്ചയായിട്ടും സർക്കാരാണ്. ഏത് സമ്മർദ്ദമാണ് അദ്ദേഹത്തിന്റെ മുകളിൽ ഉണ്ടായത്? പക്ഷെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമ്മുടെ ചില അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ നടന്ന വിശകലനങ്ങളിലെ ഏറ്റവും പ്രധാനമാണ് കോർപ്പറേറ്റ് ഭീമന്മാരിൽ നിന്ന് അധാർമികമായ ഒരുപാട് കേന്ദ്രങ്ങളിൽ നിന്ന് പണം പറ്റിക്കൊണ്ടാണ് ഈ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളെ, നമ്മുടെ ജനഹിതത്തെയും തെരഞ്ഞെടുപ്പ് പ്രക്രിയയും മാത്രമല്ല ഭരണഘടനയുടെ അടിസ്ഥാനമായി നിൽക്കുന്ന എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും ഇവരെങ്ങനെയാണ് തകർത്തത്? ആ തകർക്കുന്നതിന് ഉപയോഗിച്ച പണം ആരുടേതാണ്? CIA ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ പണം ഒഴുക്കുന്നു എന്നൊക്കെയുള്ളത് നമ്മൾ വെറുതെ പറഞ്ഞു പോകുന്ന ഒരു ലോക യാഥാർത്ഥ്യമല്ലല്ലോ. അതൊക്കെ നമ്മുടെ രാജ്യത്ത് എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രൽ ബോണ്ട് ഞാൻ വളരെ ശക്തമായി വിശ്വസിക്കുന്നു, ഞാൻ ശക്തമായി ഉന്നയിക്കുന്നു. ഈ ഇലക്ട്രൽ ബോണ്ട് വഴി അധാർമികമായ വൈദേശിക ശക്തികളിൽ നിന്ന്, വൈദേശിക ഫണ്ട് സോഴ്സുകളിൽ നിന്ന് BJPയുടെ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പണം പറ്റിയിട്ടുണ്ട്. അത് മുൻകാല പ്രാബല്യത്തോടെ അരുൺ ജെയ്റ്റ്ലി ഈ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് അമെൻമെന്റ് ചെയ്ത് 76 മുതലുള്ളതിനെ ബാധകമാക്കിയത് എന്താണ്? എല്ലാരെയും ബാധിക്കുന്ന പ്രശ്നമാണ്. ഈ കാര്യത്തിൽ ഞങ്ങൾ എന്താണ് കുറച്ചും കൂടെ എല്ലാവരെയും രക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോകുന്നതാണ്. അപ്പോ അഴിമതിയെ, രാജ്യവിരുദ്ധ കേന്ദ്രങ്ങളിൽ നിന്ന് പണം പറ്റിയതിനെ നിയമവൽക്കരിക്കുന്ന ഒന്നാണ് ഇലക്ട്രൽ ബോണ്ട്. ഇവിടെ KVSനെ പോലുള്ള ആളുകൾ നാക്കെടുത്താൽ 24 മണിക്കൂറും രാജ്യദ്രോഹം പറയുന്ന ആൾക്കാരാ. മുസ്ലിങ്ങളെ രാജ്യദ്രോഹിയാക്കുന്നവരാ. പാവപ്പെട്ട കുക്കികളെ മ്ലേച്ഛരും രാജ്യദ്രോഹികളാക്കുന്നവരാ. ക്രിസ്ത്യാനികളെ ഇന്ത്യയുടെ ധർമ്മശുദ്ധി നശിപ്പിക്കുന്ന ആളുകളായിട്ട് വേട്ടയാടുന്നവരാ. അങ്ങനെയുള്ള മാന്യന്മാരായ സുഹൃത്തുക്കൾ ഇലക്ട്രൽ ബോണ്ട് വഴി ഈ രാജ്യം ഭരിക്കുന്ന പാർട്ടി കൈക്കലാക്കിയിരിക്കുന്ന ആയിരക്കണക്കിന് കോടികളുടെ കണക്ക്, അതിന്റെ വിശദാംശങ്ങൾ, അതിന്റെ വിവരങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ സമർപ്പിക്കണം എന്ന് പറഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ്. അതിനുവേണ്ടി SBIക്ക് മുകളിൽ സമ്മർദ്ദമുണ്ടായി. SBIക്ക് മുകളിൽ ഉണ്ടായ സമ്മർദ്ദത്തിന്റെ തുടർച്ചയാണ് ഇലക്ഷൻ കമ്മീഷന് മേലുണ്ടായ സമ്മർദ്ദം എന്ന് നമ്മൾ കാണണം. അരുൺ ഗോയലിന്റെ രാജി അദ്ദേഹം വ്യക്തിപരമായ എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് ഒഴിഞ്ഞു പോയതല്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാലോ, ഈ സമ്മർദ്ദം മാത്രമല്ല, പേശീബലം ഉപയോഗിക്കുന്ന രാജ്യത്തെ എല്ലാ ജനാധിപത്യ സംവിധാനങ്ങളെയും നീതിന്യായ വ്യവസ്ഥയും പേശീബലം ഉപയോഗിച്ച് തങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരുന്നവരാണ് ഈ സംഘപരിവാർ സർക്കാർ. ജസ്റ്റിസ് ലോയൊക്കെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്ന ഉദാഹരണങ്ങളുണ്ടല്ലോ. ജസ്റ്റിസ് ലോയെ എന്തുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്? അപ്പൊ ഇത്തരം അനുഭവങ്ങളുടെ ഒക്കെ പശ്ചാത്തലത്തിൽ അരുൺ ഗോയലിന്റെ രാജി ചർച്ച ചെയ്യുകയും വിശകലനം ചെയ്യുകയും ചെയ്യുമ്പോൾ രാജ്യമെത്തപ്പെട്ട ഒരു അപകടകരമായ ചരിത്രസന്ധിയിൽ അരുൺ ഗോയലിനെ പോലുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കേണ്ട ഒരു ഇലക്ഷൻ കമ്മീഷനിലെ ഒരു അംഗത്തിന്, ഒരു കമ്മീഷണർക്ക് രാജിവെച്ചൊഴിഞ്ഞു പോകേണ്ടി വന്നിരിക്കുന്നു. ഒരു പക്ഷേ with MV Nikesh Kumar.